നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഒരു തോന്നലിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ കൂടെ ആരുമില്ല, ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നലിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇത് നിങ്ങളെ സഹായിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ എന്നുള്ളത് ഏതെങ്കിലും ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ക്ഷണമാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ, ഒരു പുതിയ വഴി കണ്ടെത്താൻ, നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ക്ഷണമായിട്ട് വേണം നമ്മൾ ഈ ഒറ്റപ്പെടലിനെ മനസ്സിലാക്കാനായിട്ട്. അതിനെങ്ങനെ സാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒറ്റപ്പെട്ടു പോവുക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് തനിച്ചായി പോവുക എന്നുള്ളതാണ്. ആരും എൻ്റെ കൂടെയില്ല, ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഈ ഒറ്റപ്പെടൽ തനിച്ചായിരിക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ല. എല്ലാവരും കൂടെ ഉള്ളപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ്. നമ്മൾ പറയാറില്ലേ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഈ ഒറ്റപ്പെടൽ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത ഒരു അനുഭവം, അങ്ങനെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഒറ്റപ്പെടലിന് കാരണമായിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ നമുക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ അവരുടെ എല്ലാം ജീവിതത്തിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പം ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഞാൻ മുമ്പിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭീകരതയുമൊക്കെ ആയിരിക്കും എന്നെ മുൻപോട്ട് കൊണ്ടുപോവുക. എൻ്റെ ചിന്തകളിൽ കടന്നുകൂടുന്നത് ഒരുതരം ഭയമായിരിക്കും. അപ്പോഴെൻ്റെ ഒറ്റപ്പെടലിൻ്റെ ശക്തിയും വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു കാര്യമായ മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ ഒറ്റപ്പെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം കൂടുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് ചില കള്ളങ്ങൾ നമ്മളോട് പറയാൻ തുടങ്ങും. ആ കള്ളങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ മാത്രം ശക്തമായ കള്ളങ്ങളുമായിരിക്കും. ആ കള്ളങ്ങൾ ഇപ്രകാരമായിരിക്കാം: നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ ഇത് ചെയ്തു തീർക്കാൻ ആരാണ്, നിൻ്റെ ദർശനം മറ്റുള്ളവരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, എനിക്ക് ഒന്നിനും കഴിവില്ല. ഇങ്ങനെയുള്ള നുണകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളോട് പറയാൻ തുടങ്ങും, നമ്മളത് കേൾക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ധൈര്യം നഷ്ടപ്പെടുകയും മുൻപോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള നമ്മുടെ ആഗ്രഹം പോലും ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒറ്റപ്പെടൽ വന്നതിലൂടെ ഞാൻ മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ബന്ധത്തിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ദൂരേക്ക് എവിടെയോ പോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എത്രമാത്രം സമയം നമുക്ക് വേണ്ടി തന്നെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിശബ്ദമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും വിലയിരുത്താനും ഒക്കെ എന്തുമാത്രം സമയം നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റാരോടെങ്കിലും സംസാരിക്കാതെയോ അല്ലെങ്കിൽ ടി വി കാണാതെയോ അല്ലെങ്കിൽ സ്ക്രീനിലൂടെ സ്ക്രോൾ ചെയ്യാതെയോ എത്ര സമയം നമുക്ക് നമുക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് കഴിയുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ നിശബ്ദതയിലാണ്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന നിശബ്ദമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് കടന്നുപോയി നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന് ദർശനം നൽകുന്ന ഉത്തരങ്ങൾ ലഭിക്കുക. പക്ഷേ അപ്രകാരം ചെയ്യാൻ മാത്രം നമ്മൾ എന്തുമാത്രം ശാന്തത ജീവിതത്തിൽ കൈവരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. നിശബ്ദതയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉള്ള് നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിശബ്ദമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒന്ന് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു സമയം നമ്മൾ മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിന് ഊർജം നൽകാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. നമ്മൾ നടക്കാൻ പോവുകയോ ജിമ്മിൽ പോവുകയോ ഓടാൻ പോവുകയോ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ മനസ്സിന് ബലം നൽകാനായിട്ട് നമ്മൾ എന്തുമാത്രം എക്സസൈസ് ചെയ്യുന്നുണ്ട്? യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതൽ സഹിക്കുന്നത് നമ്മുടെ മനസ്സല്ലേ? അപ്പം മനസ്സിന് ബലം നൽകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാനീ പറഞ്ഞു വരുന്നത്. നമ്മുടെ മനസ്സിന് ബലം നൽകാൻ നമ്മൾ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയുക. ഈ ഒറ്റപ്പെടലിനെ ആഴത്തിലുള്ള ഒരു ബന്ധമാക്കി എങ്ങനെ മാറ്റാം എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. പക്ഷേ അതിനു മുമ്പ് ഇതിൻ്റെ പിറകിലുള്ള ഒരു അപകടം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ്.
നമ്മൾ ഈ ഒറ്റപ്പെടലിനെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ മുഴുവൻ ഈ ഒറ്റപ്പെടൽ കേന്ദ്രീകരിച്ചായിരിക്കും. എപ്പോഴും ആ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി, തനിച്ചായിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്നെ തന്നെ മനസ്സിലാക്കാനോ എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാനോ പറ്റാത്ത വിധം നമ്മൾ മനസ്സ് തളർന്നവരായിട്ട് മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ പതിവായി ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ വ്യക്തിത്വം നഷ്ടപ്പെട്ട് നമ്മളല്ലാതായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം അധപതിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളെ കണ്ടെത്താനായിട്ട് തീരുമാനിച്ചാൽ നിങ്ങൾ നിശബ്ദമായിരിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ മൗനത്തിൻ്റെ വേളയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. അവർ തിരിച്ചറിയാൻ തുടങ്ങും, ഒറ്റപ്പെടലിനെ നമ്മൾ ഭയക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ അതൊരു ചാലക ശക്തിയാണ്. എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാനും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ കുതിപ്പുകൾക്ക് തുടക്കം കുറിക്കാനും എന്നെ സഹായിക്കുന്ന ഒരു ചാലക ശക്തിയാണ് ഈ ഒറ്റയ്ക്കായിരിക്കുന്ന അനുഭവം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ എക്സസൈസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരല്പസമയം നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ ശാന്തമായിട്ടൊന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കണ്ണുകളടച്ച് നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒരു 3-4 തവണ എടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിക്കണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. അല്പസമയം നിശബ്ദമായിരുന്ന് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ ഒരു ചിന്ത എന്നോട് എന്താണ് സംസാരിക്കുന്നത്? എന്ത് സന്ദേശമാണ് ഇതെന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്നേക്കുമായി ഭയപ്പെട്ട് ഓടി ഒളിക്കുന്ന വ്യക്തിയായിട്ട് മാറും. എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഒറ്റപ്പെടലും ഈ ചോദ്യങ്ങളുമൊക്കെ നമ്മൾ അതിനെ നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനെ മുഖാഭിമുഖം ഫേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ബലം നൽകുന്ന ഒരു ശക്തിയായിട്ട് മാറും. നമ്മൾ വരുത്തേണ്ട ഒരു വലിയ മാറ്റം ഇതാണ്: ഈ ഒറ്റപ്പെടൽ ഒരു ശിക്ഷയാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ ആദ്യം മാറ്റണം. എന്നാൽ ഈ ഒറ്റപ്പെടൽ നമ്മളെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന, നമ്മുടെ ചിന്തകൾക്ക് ഊർജം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയെ, അല്ലെ ഈ ഒറ്റപ്പെടലിനെ നമ്മളൊരു അനാവശ്യ അതിഥിയായി കാണരുത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് സന്ദേശം നൽകാൻ വരുന്ന, നമുക്ക് മാറ്റം വരുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല സുഹൃത്തായിട്ട് കാണുക. ആ ചിന്തയെ നല്ലൊരു അതിഥിയെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. അങ്ങനെ ഒരു മനംമാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ ജീവിതത്തിന് അത് ബലം നൽകും, മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഈ ചിന്തകളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ശാന്തമായിരുന്ന് ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, നിശബ്ദമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഈ ഏകാന്തതയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, ഒരു 10-15 മിനിറ്റുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒരു സ്വസ്ഥമായ സ്ഥലം കണ്ടെത്തി ഒരു ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ശാന്തമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്? എങ്ങനെ എൻ്റെ മനസ്സിന് ബലം നൽകാൻ സാധിക്കും? ഇപ്രകാരമുള്ള ചിന്തകളോടെ മുൻപോട്ട് പോകാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.